നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഇറാന് യാതൊരു പിടിയുമില്ല. അതുകൊണ്ട് അവർ പെട്ടെന്ന് ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ അറ്റോമിക് എനർജി ആയിട്ട് ബന്ധപ്പെടുന്നു. ഇൻ കേസ് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ പറയുന്ന ഇറാനിലുള്ള ഒരെണ്ണം പോലും ജീവനോടിരിക്കത്തില്ല. അവർക്ക് ഈ പ്രോപ്പറായിട്ട് ഈ സാധനങ്ങളും, അതായത് മെച്ചുവേർഡായിട്ടുള്ള ഈ ന്യൂക്ലിയർ വെപ്പൺസും വാർഹെഡ്സും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ആ പറഞ്ഞു കഴിയുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതൊന്നുമല്ല. അതായത് ബ്രിട്ടന് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട്. ഇത് അമേരിക്ക കൊടുത്തത്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ടെക്നോളജി എല്ലാം ഇപ്പോഴും അമേരിക്കൻ ഫോഴ്സും അമേരിക്കൻ എഞ്ചിനീയേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ബ്രിട്ടൻ എല്ലാ വർഷവും ഇത്ര ബില്യൺ വെച്ച് അമേരിക്കയ്ക്ക് കൊടുക്കുന്നുമുണ്ട്. കാരണം ലീസായിട്ട് എടുത്തേക്കുകയാണ്. ലീസായിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണ്. ഇത് ജോയിൻ്റായിട്ട് അത് അമേരിക്ക മാത്രം ചെയ്തിട്ട് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തേക്കുകയാണ്. അതിൻ്റെ പേര് ട്രൈഡൻറ്റ് മിസൈൽ സിസ്റ്റമാണ്. 4 അന്തർവാഹിനിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുങ്ങിക്കപ്പൽ ആ സാധനം. അപ്പം 4 വാഗ്മൻ ഗ്രേഡിലുള്ള അന്തർവാഹിനിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 16 ന്യൂക്ലിയർ വാർഹെഡ് മിസൈൽസ് ഉണ്ട്. അതിൻ്റെ ട്രൈഡൻറ്റ് എന്ന പേര്, ട്രൈഡൻറ്റ് മിസൈൽ സിസ്റ്റമാണ്. അത് അമേരിക്കയുടെയാണ്. അത് കംപ്ലീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അത് കൊണ്ടു നടക്കുന്നതും അതിൻ്റെ സെക്യൂരിറ്റി വരെ അമേരിക്കൻ ഫോഴ്സും എഞ്ചിനീയേഴ്സുമാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരെണ്ണം 24 hours സീലായിരിക്കും. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ വെർട്ടിക്കിൾസിൽ പോകാൻ കഴിയുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1980 റൊണാൾഡ് റീഗൻ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന സമയത്താണ് ഈ സംഭവം അവിടെ റിസർച്ച് നടപ്പിലാക്കി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനിയാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഇപ്പം ട്രംപ് നാറ്റോയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം കൊടുക്കുന്നത് വേണ്ട എന്ന് വെച്ചാൽ ഇത് പിന്നെ ബ്രിട്ടൻ പെട്ടുപോവുക. കാരണം അവർക്കിത് ആർക്കും അറിയത്തില്ല ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ ആർട്ടിക്കിൾ ബ്രിട്ടീഷ് പത്രങ്ങളിലും ഇൻ്റർനാഷണൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുക. ഇവർക്കറിയത്തില്ല ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. പെട്ടുപോകുന്ന സംഭവമാണ്. ഇനി അതേപോലൊരു പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യാൻ പുതിയ രീതിയിലുള്ള വാർഹെഡും അതേപോലെ മിസൈൽ സിസ്റ്റം, ന്യൂക്ലിയർ വാർഹെഡും ഈ അന്തർവാഹിനിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മിനിമം 10 മുതൽ 15 വർഷം എടുക്കും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നോളജി ഒന്നും ബ്രിട്ടൻ്റെ കയ്യിലില്ല. പെട്ടുപോയൊരു സംഭവം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇത് ഫ്രാൻസ് ഇവരെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഡിസ്കഷൻ നടക്കുമോ, ഭയങ്കര ഡിബേറ്റ് നടക്കുവാണ് ഈ സംഭവം. അവർക്കാണെങ്കിൽ അവരുടെയും ടെക്നോളജിയുടെ പാർട്ട് എന്ന് പറയുന്നത് മേജർ പാർട്ട് അമേരിക്ക കൊടുത്ത. ഇപ്പോൾ ഫ്രാൻസിൻ്റെ അംബർല, അതായത് ന്യൂക്ലിയർ അംബർലയ്ക്കകത്ത് ഈ സാധനം അവർ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാൽ പോലും അവർക്ക് ഇതും അറിയത്തില്ല ഇതെങ്ങനെ ചെയ്യണം. കാരണം അവരുടെയും പല ടെക്നോളജി അമേരിക്ക കൊടുത്തേക്കുന്നത്. ഞാൻ ഈ പറയുന്നതിന് സംഭവം പിടികിട്ടി കാണും. അമ്പത് യൂറോപ്യൻ രാജ്യങ്ങൾ പെട്ടുപോയി. അവരൊന്നും ജീവിതത്തിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസത്തെയും ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, ഇതിനെപ്പറ്റി ഒരു കുന്തവും ഇവർക്ക് അറിയത്തുമില്ല. പിന്നെ അവിടെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഇവിടുത്തെ കമ്മികളും സുഡൂക്കളും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവം അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എൻ്റെ കൂടെ ജോലി ചെയ്ത പെൺകുട്ടിയുടെ പിതാവായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ കമാൻഡ്. 2003 ആദ്യമായിട്ട് അതിൻ്റെ ഹെഡായിരുന്നു എയർ മാർഷൽ അജിത് ഭവനാനി. അദ്ദേഹം അറിയപ്പെടുന്നൊരു ഫൈറ്റർ പൈലറ്റായിരുന്നു. അദ്ദേഹത്തെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെ ഏൽപ്പിച്ചത്. വാജ്പേയി ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. ഈ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ
പിതാവിന് ഒരു ദിവസം ഇപ്പോൾ പരിചയപ്പെടണം, ഈ സൈനിക്ക് ഇതിനെപ്പറ്റി അറിയണം, എന്തുവാണ് ന്യൂക്ലിയർ വാർഹെഡ്, ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് സംഭവം എന്നൊക്കെ. അവളുടെ പിതാവ് ഒറ്റ ഫോൺ ചെയ്തതിൻ്റെ പോലെ എൻ്റെ കൂടെ ഇന്ന ആൾ വരുന്നുണ്ട്, ഡാഡ് ഹാസ് ടു ബി റെഡി. അപ്പം അദ്ദേഹം റെഡിയായി. ഞങ്ങൾ ഈ ഗവൺമെൻറ് വലിയ എം പിമാരൊക്കെ താമസിക്കുന്ന ഒരു മിനിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്ന ഒരു ബംഗ്ലാവിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആർമി ചീഫിൻ്റെ അപ്പുറത്തായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്. അവിടെ ചെന്ന് ഇദ്ദേഹം മറ്റേ പട്ടാളത്തിൻ്റെ സ്കോച്ചൊക്കെ എടുത്ത് വെച്ചു, സംസാരിച്ചു. അപ്പം ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, എന്താണ് ഈ സംഭവം, അതായത് മനസ്സിലാക്കുക, സുഡൂക്കളെ, കമ്മികളെ, ഇന്ത്യക്കാരല്ലാത്ത, ഇന്ത്യയോട് അറിയാത്തവരെ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന പൂർണ്ണമായിട്ട് ഇന്ത്യക്കാരാണ്. ആലോചിക്കുക, ഫ്രാൻസിന് പറ്റുന്നില്ല, ബ്രിട്ടന് പറ്റുന്നില്ല. ഇത് ഇന്ത്യൻ പട്ടാളക്കാർ, നമ്മുടെ ന്യൂക്ലിയർ കമാൻഡ് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അഭിമാനം ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുകൂടെ വായിച്ച ശേഷം ഞാൻ അന്ന് ഭവനാനി പറഞ്ഞത്, എയർ മാർഷൽ ഭവനാനി പറഞ്ഞ സംഭവമായിട്ടൊന്ന് ക്ലബ് ചെയ്ത് നോക്കി. ഇന്ന് ബ്രിട്ടന് പേടി, ഫ്രാൻസിന് പേടി, മറ്റുള്ള രാജ്യങ്ങൾക്ക് പേടി. ഇതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം അറിയത്തില്ല. അവിടെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം. അതാണ് ഇതിൻ്റെ ബേസ്. കാരണം നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി ഇത് ഡെവലപ്പ് ചെയ്ത് നമ്മളതിൻ്റെ കമാൻഡ് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കരയിലുമുണ്ട്, നാവികയുണ്ട്, എയറിൽ, 3 ഇടത്തായിട്ട് നമ്മൾ ഈ വെപ്പൺസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ബ്യൂട്ടി എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ ഈ ക്രൈസിസും, അതായത് ബ്രിട്ടൻ്റെ വെടി തീർന്നിരിക്കുക, വീണ്ടും അവർക്ക് 15-20 വർഷം ചില പത്രങ്ങൾ പറയുന്നു. അപ്പം അതിന് സ്പെൻഡ് ചെയ്യാൻ ഏകദേശം 5-6 ബില്യൺ അവർക്ക് ആവശ്യമുണ്ട്. അതായത് ബ്രിട്ടൻ പൂർണ്ണമായിട്ടും അങ്ങ് പെട്ടുപോയി. അതുകൊണ്ടാണ് കീർ സ്റ്റാമർ ഒരു വാക്ക് ട്രംപിനെ പറ്റി പറയാത്തത്. അപ്പോൾ ട്രംപ് പറഞ്ഞു, നിങ്ങളുടെ 2.5% അല്ല നിങ്ങളുടെ ബജറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അത് 3% മുകളിലായിരിക്കണം ഡിഫൻസ് ബജറ്റ്. അതായത് കൃത്യമായിട്ട് നമ്മൾ ഓരോന്ന് കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ അടി മനസ്സിലാക്കുക. നേരത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഈ രാജ്യങ്ങൾ ഈ പറയുന്ന അമേരിക്കയുമായിട്ടൊക്കെ ചേർന്ന് അവരുടെ ബജറ്റുമായിട്ട് യോജിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവരൊന്നും ചെയ്തില്ല, സുഖിച്ച് നടന്ന് സെക്യൂരിറ്റി അവൻ്റെ മേടിച്ചു. ട്രംപ് വന്ന് അയാളുമായിട്ട് യോജിക്കാത്തൊരൊറ്റ ഒരുത്തിനെ അയാൾ അടുപ്പിക്കത്തില്ല. ഇതാണ് ഞാനീ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടുള്ള ബന്ധം, ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപുമായിട്ടുള്ള ബന്ധം. കാരണം ട്രംപിൻ്റെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ, നേരത്തെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞു, നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കണം, അവർക്കെതിരെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നിർത്തണം, നിങ്ങൾ അനാവശ്യമായിട്ട് അവരുടെ തോളെ കയറാൻ പോകുന്നു, അമേരിക്കൻസ് താല്പര്യമാണ് ഇസ്രായേൽ, നിങ്ങൾ അവർക്ക് വെപ്പൺസ് കൊടുക്കണം. എന്തും ഈസ്റ്റാമർ ഫ്രീസ് ചെയ്യുന്നു, കൊടുക്കുന്നില്ല, ഫ്രാൻസ് അത് ഫ്രീസ് ചെയ്യാൻ പോകുന്നു, ജർമ്മനി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു. ആരെ ഇന്ന് യഥാർത്ഥത്തിൽ വെട്ടിലായത്? ഒരുവപ്പെട്ട എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും വെട്ടിലായി. ഇതാണ് ഈ പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ വെട്ടിലായിട്ടുണ്ടെങ്കിൽ, അതായത് സാമ്പത്തികമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്നത്, ഉക്രൈൻ്റെ കാര്യം നിങ്ങൾ സമ്മതിക്കാവും. ഇതാണ് ഞാനീ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയേണ്ടത് താടിയുള്ള സംഭവം, അതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല, വാക്ക് പിടി കിട്ടുന്നില്ല. കാരണം അതാണ് അമേരിക്കൻ ലോക പോലീസ്, അവനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയുന്നത് കേട്ട് പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന സ്ഥിതിയാണ്. കാരണം ഒന്നും അവർ ഡെവലപ്പ് ചെയ്യാനോ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ ഇതിൻ്റെ ടെക്നോളജി നോക്കാനോ ഇത് അവിടെയുള്ള പട്ടാളക്കാരെ പഠിപ്പിക്കാനോ പോയി. എല്ലാം അമേരിക്ക നോക്കട്ടെ, നിങ്ങൾ ലീസിനെടുത്തേക്കുക. എടുത്ത് തിരിച്ചടി കൊടുത്തപ്പോഴുണ്ടായ സംഭവം കണ്ടല്ലോ. ഇത് തന്നെയാണ് ലോകത്തിൽ സംഭവിക്കുന്നത്. ഇവിടെയാണ് ട്രംപ് ചാമ്പ്യനാകുന്നത്. അയാൾ എന്ത് പറഞ്ഞാലും, അത് വിളിച്ച് പറഞ്ഞാലും അയാൾ പറയുന്ന രീതി വേണമെങ്കിൽ പൊയ്ക്കോണം. അല്ലെങ്കിൽ ഇതൊക്കെയാണ് സ്ഥിതി എന്ന് വളരെ കൃത്യമായിട്ടാണ് ഓരോ ഡെയിലി ഈവൻറ്റ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്.
പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.